ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 19/8/2026 ഇന്ന് നടന്ന 9ാം ക്ലാസ്സിൻ്റെ ബയോളജി ചോദ്യപേപ്പറാണിത്. ഇംഗ്ലീഷ് മീഡിയം ചോദ്യപേപ്പറാണിത്. മലയാളം മീഡിയംകാരുടെയും ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിലെ ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മാത്രം ഒന്ന് വേഗം നോക്കാം കേട്ടോ. അപ്പോൾ നോക്കൂ, ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡൈജഷൻ ഇൻ അമീബ ആർ ഗിവൺ ബിലോ, അനലൈസ് ദം ആൻഡ് സെലക്ട് ദ ആൻസർ ദാറ്റ് ഇസ് കറക്റ്റ്ലി അറേഞ്ച്ഡ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ആദ്യത്തെ ആണ് കേട്ടോ. അതായത് 3, 4, 1, 2 എന്ന് വരുന്ന ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം വരിക. അടുത്തത്, എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ ലൈറ്റ് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ ആക്ടിവിറ്റീസ് ഇൻ ദിസ് ഫേസ് വർ എക്സ്പ്ലെയിൻ ബൈ ദി സയൻറ്റിസ്റ്റ് മെൽവിൻ കാൽവിൻ ആണ്. രണ്ടാമത്തെ, ദ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ഇൻ ദ സ്റ്റേജ് എന്നാണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് ഫേസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓൺലി 2 ഈസ് കറക്റ്റ് ആണ് കേട്ടോ. സി ആണ് കറക്റ്റ്. അടുത്തത് നോക്കൂ, ഫൈൻഡ് എക്സാമ്പിൾസ് ഓഫ് ഹോർമോൺ ഫ്രം ദി ബോക്സ്. താഴെ തന്നിരിക്കുന്ന ബോക്സസിൽ നിന്ന് ഹോർമോൺസ് മാത്രം സെലക്ട് ചെയ്യണം. ഇവിടെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണാണ്, എസ്ട്രജനും ഹോർമോണാണ്, ബാക്കി ഏതും ഹോർമോൺസ് അല്ല. സോ അതാണ് ആൻസർ വരിക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നോക്കൂ, ഒബ്സർവ് ദി ഇലസ്ട്രേഷൻ റിലേറ്റഡ് ടു ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ത്രൂ ദ ബ്ലഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ബ്ലഡ് വെസൽസ് ഇൻഡിക്കേറ്റഡ് ബൈ എക്സ് ആൻഡ് വൈ കറക്റ്റ്ലി ടു ഫൈൻഡ് ദ ആൻസർ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലിവർ, ഹേർട്ടും തന്നിട്ടുണ്ട്. എക്സ് പോർട്ടൽ വെയിൻ ആണ്, വൈ ഹെപ്പാറ്റിക് വെയിൻ ആണ് കേട്ടോ. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. ഇനി അടുത്തത് നോക്കൂ, ഒബ്സർവ് ദി ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഐഡൻറ്റിഫൈ ദ മെക്കാനിക്കൽ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് ഇലസ്ട്രേഷൻ എന്നാണ് ചോദ്യം. ഇത് പെരിസ്റ്റാൾസിസ് ആണ്. ഞാൻ അതിൻ്റെ ആൻസർ ഇതിൽ എഴുതുന്നില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ലോങ് വീഡിയോസിൽ നമ്മളിതിൻ്റെ എല്ലാ ആൻസർ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ പ്രോസസ്സ് പെരിസ്റ്റാൾസിസ് ആണ്. ഹൗ ഡസ് ദിസ് പ്രോസസ് ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫുഡ് എന്നുള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷനും തരാം കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് നിങ്ങൾ ഇന്ന് എഴുതിയ ചോദ്യപേപ്പറുകൾ. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എല്ലാം ലോങ് വീഡിയോസിൽ പറയാം. എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതായതുകൊണ്ടാണ് ഇതൊന്നും ഉൾപ്പെടുത്താത്തത്. അപ്പോൾ എല്ലാവർക്കും എത്ര എണ്ണം ശരിയായി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നിറയെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈസി ആയിരുന്നോ ടഫായിരുന്നോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മുഴുവനായിട്ടുള്ള ആൻസർക്ക് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടർന്ന് വാച്ച് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.